ഹലോ, ഇന്ന് പറയാൻ പോണത് നമുക്ക് എന്തുകൊണ്ട് മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം വേണമെന്നുള്ളതിൻ്റെ ആവശ്യകതയെ പറ്റിയിട്ടാണ്. ഒന്നിലധികം സോഴ്സിൽ നിന്ന് നമ്മൾ ഇൻകം ജനറേറ്റ് ചെയ്യണം. ഇല്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരേ ഒരു സോഴ്സിനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യണമെങ്കിൽ ആ സോഴ്സിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, ഉദാഹരണം നിങ്ങളുടെ ജോലിക്ക് പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഫൈനാൻഷ്യലി കംപ്ലീറ്റ് നമ്മൾ ഡൗൺ ആയി പോകും. അതാണ് ഒരേ ഒരു സോഴ്സിൽ നിന്ന് മാത്രം ഇൻകം നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ ഒരു പ്രശ്നം. ഇപ്പോൾ നമ്മൾ സർക്കസിലെല്ലാം കണ്ടിട്ടുണ്ടാവും, ഈ അഭ്യാസികളെല്ലാം ഏറ്റവും ഉയർന്ന സ്ഥലത്ത് നിന്ന് അഭ്യാസം നടത്തുന്നവർ ഒരു സേഫ്റ്റി നെറ്റ് എപ്പോഴും അവർ കരുതും. എത്ര എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെങ്കിലും കുറച്ച് സേഫ്റ്റി നെറ്റ് അവർ കരുതും. കാരണം ഇൻ കേസ് എങ്ങാനും കൈ വഴുതി പോയി കഴിഞ്ഞാൽ, എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, താഴേട്ട് വീണ് കഴിഞ്ഞാൽ ഒരു സേഫ്റ്റി നെറ്റ് വേണം, അവരുടെ ജീവന് അപകടം പറ്റാത്ത രീതിയിലുള്ള. അപ്പോൾ ഇതേപോലുള്ളൊരു ഫൈനാൻഷ്യൽ സേഫ്റ്റി നെറ്റാണ് ശരിക്കും പറഞ്ഞാൽ മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒന്നിലധികം സോഴ്സിൽ നിന്ന് നമ്മൾ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പഠിക്കണം. പക്ഷെ പലരുടെയും പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ അവർക്കൊരു ജോലി ഉണ്ടാവും, അതിൻ്റെ ഒരു കംഫർട്ടിൽ ഇരുന്ന് ഇങ്ങനെ കാലങ്ങളോളം ഇങ്ങനെ പോകും, എല്ലാ കാലത്തും അതിൽ നിന്ന് ഒരു ഇൻകം വരും എന്നുള്ള രീതിയിൽ. പക്ഷെ പെട്ടെന്നായിരിക്കും എന്തെങ്കിലും സംഭവിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണം നിങ്ങളുടെ ആ ഇൻഡസ്ട്രിക്ക് തന്നെ എന്തെങ്കിലും സംഭവിച്ചെന്ന് വിചാരിക്കുക, പിന്നെ നിങ്ങൾക്ക് ആ സെയിം സ്കില്ല് വെച്ചിട്ട് ഒരു ജോലിക്ക് കയറാൻ ചിലപ്പോൾ സാധിച്ചോളണമെന്നില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി നഷ്ടപ്പെടുകയാണ്, വേറൊരു പുതിയ ജോലി കണ്ടെത്തുമ്പോൾ ആ സെയിം സാലറി തന്നെ കിട്ടിക്കൊള്ളണമെന്നില്ല. ഒരേ ഒരു സോഴ്സ് ഓഫ് ഇൻകം ഉണ്ടായാലുള്ള ഒരു പ്രശ്നം അതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ജോലി എന്തെങ്കിലും ഉള്ള ആളുകൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഫ്രീ ടൈമിൽ എന്തെങ്കിലും സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ നോക്കണം. അങ്ങനെ ആ സ്കില്ല് ഡെവലപ്പ് ചെയ്തുകൊണ്ട് അതിലൂടെയും നിങ്ങളൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ചില ആളുകൾക്ക് ഡെവലപ്പ് ചെയ്യേണ്ട കാര്യമില്ല, അവർക്ക് ഓൾറെഡി ഒരു സ്കില്ല് ഉണ്ടായിരിക്കും, പക്ഷെ അതെങ്ങനെ നല്ല രീതിയിൽ ഇൻകം ജനറേറ്റ് ചെയ്യണം എന്ന് അവർക്കറിയില്ല. അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ ചെയ്യണമെന്ന് അവർക്കറിയില്ല. ഇനി ഒരു സ്കില്ലും ഇല്ലാത്ത ആളുകൾക്ക് നമ്മളുടെ ഓൺലൈൻ വന്നതോടുകൂടി ഓൺലൈനിൽ പല പ്ലാറ്റ്ഫോമുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇപ്പോൾ സ്കിൽ ഷെയർ, അതുപോലെ തന്നെ യൂഡമി, ഇതിലെല്ലാം 500 രൂപ മുതൽ 2000 ആ റേഞ്ചിലൊക്കെ നമുക്ക് പല കോഴ്സുകളും പഠിക്കാനായിട്ട് സാധിക്കും. ഈ ഡിജിറ്റൽ ഏജിലേക്ക് നമ്മൾ വന്നതോടുകൂടി ഒരുപാട് സർവീസുകൾ നമുക്ക് ഡിജിറ്റലി തന്നെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് സാധിക്കും. വീട്ടിൽ തന്നെ ഇരുന്നുകൊണ്ട് എന്ത് ചെയ്യുമെന്ന് വിചാരിക്കുന്ന സ്ത്രീകൾക്കെല്ലാം ഇത്തരത്തിലുള്ള കോഴ്സുകളൊക്കെ പഠിച്ചിട്ട് നിങ്ങൾക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. എല്ലാവരും പ്രൊഡക്റ്റ് ബേസ്ഡ് ബിസിനസ് തന്നെ ചെയ്യണമെന്നില്ല. സർവീസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സർവീസ് നമ്മൾ നൽകാൻ നേരത്തെ അതും ഒരു ബിസിനസ് തന്നെയാണ്. മാർക്കറ്റിലൊരു പ്രശ്നം കണ്ടെത്തി അതിനെ പ്രൊഡക്റ്റിലൂടെയോ സർവീസിലൂടെയോ സോൾവ് ചെയ്യുന്ന ഒരാളാണ് ശരിക്കും പറഞ്ഞ ഒരു ബിസിനസ്സുകാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ സർവീസ് ബേസ്ഡ് ബിസിനസ്സുകളും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകൾ യൂസ് ചെയ്തിട്ട്. നമ്മൾ പലപ്പോഴും പലരുടെ സക്സസ് സ്റ്റോറിയൊക്കെ കേട്ടിട്ടുണ്ടാവും. യൂട്യൂബിൽ കിട്ടുന്ന ഫ്രീ വീഡിയോസ് മാത്രം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വലിയ വലിയ ഇൻഡസ്ട്രികൾ കെട്ടിപ്പടുത്ത ആളുകളുണ്ട്, വലിയ വലിയ കമ്പനികൾ സൃഷ്ടിച്ചിട്ടുള്ള ആളുകളുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും, യൂട്യൂബിൽ തന്നെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ജോലിയുടെ ആ കംഫർട്ടിൽ ഇരിക്കാതെ അതിൻ്റെ സൈഡിൽ തന്നെ നിങ്ങൾ എന്തെങ്കിലും സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യുകയും ആ ഡെവലപ്പ് ചെയ്തത് ഒരു സർവീസായിട്ടോ പ്രൊഡക്റ്റായിട്ടൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് വളരെ ബെറ്റർ ആയിരിക്കും. പക്ഷെ അധികം ആളുകളും ഇത്തരത്തിലുള്ള കോഴ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അധികം ആളുകളും വരുത്തുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ജോലി കിട്ടുമെന്നാണ് അവർ അധിക സമയം നോക്കാറ്. എന്ത് ജോലി കിട്ടും, ഇത് പഠിച്ചു കഴിഞ്ഞാൽ എന്ത് സാലറിയിൽ എന്ത് ജോലി കിട്ടുമെന്നാണ് അവർ നോക്കാറ്. അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു സ്ഥാപനത്തിൽ പോയി ഒരു ജോലി ചെയ്യണം, അതേ എഫേർട്ടൊക്കെ മതി അതൊരു ബിസിനസ്സാക്കി ഒരു സർവീസായിട്ട് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങളൊരു 8 മണിക്കൂർ അവിടെ ഇരുന്ന് ചെയ്യണ അതേ സംഗതി തന്നെ നിങ്ങളൊരു സർവീസ് ബേസ്ഡ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ നേരത്ത് അതേ എഫേർട്ടൊക്കെ തന്നെയാണ് ഒരു ബിസിനസ്സിലും വന്നോളൂ. പക്ഷെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജോലിയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നത് വളരെ തുച്ഛമായിട്ടുള്ള ശമ്പളമായിരിക്കും, ബിസിനസ്സിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു നല്ലൊരു ഇൻകം ആയിരിക്കും. ഈ ഇൻകം ബിസിനസ് വളരും തോറും, നാളുകൾ കഴിയും തോറും അതിൻ്റെ വാല്യൂ കൂടും. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ബ്രാൻഡ് വേറെ ഒരാൾക്ക് വിൽക്കാനായിട്ട് സാധിക്കും. ഒരുപാട് ഓപ്ഷൻ ഉണ്ട്, പക്ഷെ ജോലി എന്ന് പറഞ്ഞാൽ ആ ഓപ്ഷൻ ഇല്ല. അപ്പോൾ ഇത്തരത്തിലുള്ള സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയാൻ നേരത്ത് ഒരു ജോലി കഴിഞ്ഞാൽ വേറെ ജോലി എന്നല്ല, ആ ജോലിയുടെ ഒപ്പം തന്നെ മറ്റൊരു സൈഡ് ഇൻകം ആയിട്ടുള്ള ഒരു ഹോബി ബിസിനസ് എങ്കിലും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. നിങ്ങളുടെ ഹോബിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ഹോബി ബിസിനസ് ഉണ്ടല്ലോ, സ്ത്രീകൾക്ക് എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ റെസിൻ ആർട്ടൊക്കെ ചെയ്യുന്ന ഒരുപാട് ആളുകളൊക്കെ സോഷ്യൽ മീഡിയ വന്നതോടുകൂടി നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ റെസിൻ ആർട്ട് അതുപോലെ എന്തെങ്കിലും ഈ സ്കില്ലുകളൊക്കെ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ഇതെല്ലാം പഠിച്ചിട്ട് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള സർവീസ് ബേസ്ഡ് ബിസിനസ്സുകൾ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഒന്നിലധികം ഇൻകം സോഴ്സ് ആഗ്രഹിക്കുന്ന ആളുകൾ, എന്തെങ്കിലും സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ വരവിനേക്കാൾ കൂടുതൽ ചിലവുണ്ടാക്കി വെക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തരുത്. അതായത് ഒരുപാട് EMI എടുക്കുക, പല സംഗതികളും നിങ്ങൾക്ക് ഇൻസ്റ്റാൾമെൻറ്റ് പേയ്മെൻറ്റിൽ അടയ്ക്കാനുള്ള ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഓൺലൈൻ വന്നതോടുകൂടി ഏറെക്കുറെ എല്ലാ സംഗതികളും നമുക്ക് EMIയിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിലെല്ലാം പോയി തല വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കംപ്ലീറ്റ്ലി സ്റ്റക്ക് ആവുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. നിങ്ങൾക്ക് ഒരിക്കലും ആ ജോലി ഉപേക്ഷിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് വരും.
നല്ല സാലറി ഉണ്ടായിരിക്കും, പക്ഷെ ആ സാലറിനോട് മുട്ടി നിൽക്കുന്ന രീതിയിൽ തന്നെയുള്ള ചിലവുകളും ഉണ്ടാവും. വളരെ അപകടമാണ്. അത് ബിസിനസ്സിലാണെങ്കിലും അപകടമാണ്, നിങ്ങൾ ജോലിയിലാണെങ്കിലും അപകടമാണ്. ബിസിനസ്സിലാണെങ്കിൽ നമ്മുടെ പ്രൈസ് കോസ്റ്റിനോട് അടുത്താലും അപകടമാണ്, കോസ്റ്റ് പ്രൈസിനോട് അടുത്താലും അപകടമാണ്. എന്ന് പറയുന്ന പോലെ തന്നെ നിങ്ങളുടെ സാലറിനോട് അടുക്കരുത് നിങ്ങളുടെ ചിലവ്. അത് തമ്മിലുള്ള ഒരു ഗ്യാപ്പ് എപ്പോഴും നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തിട്ട് തന്നെ പോകണം. അപ്പോൾ മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം ഉണ്ടാക്കുന്ന ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അനാവശ്യമായിട്ടുള്ള ചിലവുകൾ ഒഴിവാക്കിയിട്ട് വരവിൻ്റെ ഒരു 20% നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ ഒരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾ മാറ്റി വെക്കണം ഓരോ മാസവും. അല്ലാതെ നമുക്കൊരു മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം ജനറേറ്റ് ചെയ്യൽ വളരെ ഡിഫിക്കൽട്ടാണ്. നിങ്ങളൊരു സ്കില്ല് ഡെവലപ്പ് ചെയ്തപ്പോൾ പെട്ടെന്ന് ജോലി പോയാലും ഒരു 3-4 മാസമൊക്കെ ഈവൻ ഇൻ കേസ് ജോലി ഇല്ലെങ്കിൽ കൂടി നിങ്ങൾക്കൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങി അത് പരീക്ഷ അതിൽ നിന്ന് ഒരു ഇൻകം ജനറേറ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ആ ഒരു സമയത്തേക്ക് നിങ്ങൾക്ക് ഒരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിട്ട് എന്തെങ്കിലും മാറ്റി വെക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് EMI കാര്യങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അത് നടക്കില്ല. അപ്പോൾ എന്താ വെച്ചാൽ ഈ മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ആളുകൾ, അത് ആഗ്രഹിക്കുന്ന ആളുകൾ ഒരുപാട് EMI കാര്യങ്ങളൊന്നും എടുക്കാതെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ നോക്കുക. സ്കില്ല് ഡെവലപ്പ് ചെയ്ത് അതൊരു സർവീസ് ബേസ്ഡ് ബിസിനസ്സായിട്ടോ പ്രൊഡക്റ്റ് ബേസ്ഡ് ബിസിനസ്സായിട്ടോ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. ഇല്ലെങ്കിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല. ആ ജോലിയിൽ തന്നെ നിന്നിട്ട് നിങ്ങൾ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ട് പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു ബേസിക് ഫൈനാൻഷ്യൽ ലിറ്ററസിയാണ്. ഇത് നമുക്ക് ഇത്തരം കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. ഓൺലൈനിൽ പല പുസ്തകങ്ങൾ വായിക്കാം, നല്ല നല്ല ഓതേഴ്സ് എഴുതിയേക്കുന്ന പുസ്തകങ്ങളെല്ലാം വായിച്ച് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള അറിവുകൾ നേടാനായിട്ട് സാധിക്കും. അതില്ലാത്തവർ ചിലർക്ക് അത് ബ്ലഡ് ലൈനിലൂടെ തന്നെ കിട്ടിയിട്ടുണ്ടാവും, ചിലർക്ക് അത് കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷെ ഇതെല്ലാം ലേണബിൾ സ്കിൽസാണ്. ഇതെല്ലാം നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന സ്കിൽസാണ്. എല്ലാവർക്കും പഠിച്ചെടുക്കാൻ പറ്റുന്ന സ്കിൽസാണ്. ഇത്തരം സ്കിൽസുകളും കാര്യങ്ങളും എല്ലാം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ തന്നെ വലിയ അബദ്ധങ്ങൾ വരുത്തുന്നതിന് നമുക്ക് ഒഴിഞ്ഞു മാറാനായിട്ട് സാധിക്കും. അപ്പോൾ മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ നിങ്ങൾ ഇപ്പോഴേ മുതൽ ശ്രമിക്കണം. ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോഴ്സ് കട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ പറയുക, കടത്തിൻ്റെ മേളിൽ കടന്നുള്ള ഒരു അവസ്ഥയിലേക്ക് പോകും. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ലേൺ ചെയ്യാൻ പറ്റുന്ന ആളുകൾ നല്ല സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ലേൺ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ലേൺ ചെയ്ത് എത്രയും പെട്ടെന്ന് തന്നെ അതൊരു സർവീസ് ബേസ്ഡോ പ്രൊഡക്റ്റ് ബേസ്ഡോ ആയിട്ടുള്ള ബിസിനസ്സിലേക്ക് ഇറങ്ങാനാണ് എല്ലാവരും ശ്രമിക്കേണ്ടത്. നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ പ്രൊഡക്റ്റുകളും സർവീസുകളും വിൽക്കണമെന്ന് പഠിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ കോഴ്സിൽ ജോയിൻ ചെയ്യാം. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, വാട്സപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ. അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് അവിടെ കിട്ടും. സോഷ്യൽ മീഡിയയുടെ സാധ്യതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടുണ്ട്. നമുക്ക് അതുവഴി നിങ്ങളുടെ സർവീസുകൾ സെല്ല് ചെയ്യാം, പ്രൊഡക്റ്റുകൾ സെല്ല് ചെയ്യാം. ഒരുപാട് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാതെ തന്നെ പാർട്ട് ടൈം ആയിട്ട് പലതും നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ പരീക്ഷ നോക്കാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് റീസെല്ലിങ്ങും കാര്യങ്ങളും എല്ലാം പെട്ടെന്ന് തന്നെ പരീക്ഷ നോക്കാനായിട്ട് സാധിക്കും. ഒരുപാട് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തിയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇതിനെപ്പറ്റി പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. എൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. മറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഞാൻ ഗ്രൂപ്പിൽ പറയും. ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.